നമസ്കാരം സുഹൃത്തുക്കളെ. പക്ഷേ ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ബി.ജെ.പിയുടെ ഖജനമായി മാറിയിരിക്കുന്ന യൂസഫ് അലി എന്ന് പറയുന്ന ലോക തടാഢ്യൻ അവസാന നിമിഷം UDF-നോട് ഇവിടെ കാണിച്ച ഒരു ക്രൂരത കൊണ്ടാണ് ഞാൻ അവസാനം പരാജയപ്പെട്ട് ഇവിടെ നിൽക്കേണ്ടി വന്നത്. നിങ്ങളിൽ ചിലർക്കൊക്കെ യൂസഫ് അലിയുടെ നാട്ടിൽ നിന്ന് വരുന്നവരും കാണും. പക്ഷേ യൂസഫ് അലി ഇപ്പോൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ബിനാമിയായി പ്രവർത്തിക്കുന്ന ആളാണെന്ന് നമ്മുടെ നേതാക്കന്മാർക്കും അറിയാം. പക്ഷേ അവരാരും ഒന്നും മിണ്ടില്ല. ഇവിടെ കഴക്കൂട്ടം മണ്ഡലത്തിലും തിരുവനന്തപുരം നേമത്തും പരവൂരിലും ചാത്തന്നൂരിലും ന്യൂനപക്ഷങ്ങളോട് നിങ്ങൾ LDF-ന് വോട്ട് ചെയ്തില്ലെങ്കിൽ BJP ജയിക്കും എന്ന പഴയ തന്ത്രം അദ്ദേഹം ഒന്നുകൂടി പ്രയോഗിച്ചു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നേതാക്കന്മാർ പ്രസംഗിച്ചതാണ് BJP-യും CPM-ഉം തമ്മിൽ ഒരു ഡീലുണ്ട് എന്നുള്ളത്. അത് പാലക്കാട്, തൃശൂർ, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളായിരുന്നു. അതിൽ സുരേഷ് ഗോപി മാത്രം രക്ഷപ്പെട്ടു പോയി. ബാക്കി തോറ്റ രാജീവ് ചന്ദ്രശേഖരന്റെയും ഇവിടെ മത്സരിച്ച മുരളിയെയും സ്പോൺസർ ചെയ്ത് ജയിപ്പിച്ചു കൊടുക്കാനുള്ള അന്തർധാര ഉണ്ടാക്കിയത് യൂസഫ് അലി ആയിരുന്നു. ഈ കഴക്കൂട്ടത്ത് ഞാൻ തിരുവനന്തപുരം മണ്ഡലത്തിൽ 30,000 വോട്ടിന് ജയിക്കുന്ന എന്റെ സ്വന്തം മണ്ഡലത്തിലാണ് മത്സരിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ UDF തീരുമാനപ്രകാരം അത് CMPക്ക് കൊടുത്തു. തലസ്ഥാന മണ്ഡലമാണ്. എന്നെ കഴക്കൂട്ടത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SS ലാൽ 30,000 വോട്ടിന് തോറ്റ സ്ഥലത്താണ് എന്നെ കൊണ്ട് മത്സരിക്കാൻ കിട്ടുക. ഞാനിപ്പോൾ 9,000 വോട്ടിനാണ് ഞാൻ തോറ്റത്. പക്ഷേ ഞാൻ ജയിക്കുമായിരുന്നു. ഈ മണ്ഡലത്തിൽ ഏകദേശം ഒരു 18% ക്രൈസ്തവ വോട്ടുകളാണ്. 22-23% ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകളുണ്ടായിരുന്നു. ജമാഅത്തുകളെല്ലാം എനിക്ക് വേണ്ടപ്പെട്ടവർ, എൻ്റെ കൂടെ പഠിച്ചവരാണ് ആളുകൾ, എൻ്റെ ഭാരവാഹികൾ എല്ലാം സന്തോഷത്തോടെ പോയതാണ്. പക്ഷേ ഞാനിതൊരു കുടുംബയോഗമാണ്. ഇലക്ഷൻ 7 ദിവസമുള്ളപ്പോൾ യൂസഫ് അലിയുടെ നിർദ്ദേശപ്രകാരം മഹൽ കമ്മിറ്റി വിളിച്ചുകൂട്ടി. എന്ന് വെച്ചാൽ ജമാഅത്ത് പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള കമ്മിറ്റി വിളിച്ചുകൂട്ടി. നിങ്ങൾക്ക് എനിക്കും ശരത്തിനോട് സ്നേഹമുള്ളതാണ്, പക്ഷേ ശരത്തിന്റെ പ്രസാദം വോട്ട് ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത് മുരളീധരൻ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് കടകംപള്ളിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞു. കറക്റ്റ് കണക്കാണ്. ഞാനപ്പോൾ പ്രസംഗിച്ചു. ഞാൻ മാധ്യമങ്ങളോടെല്ലാം പറഞ്ഞിരുന്നു, CPM BJP ഡീൽ 10 സീറ്റിൽ 3 സീറ്റ് കഴക്കൂട്ട സീറ്റാണ്, മൂന്നാമത്തത്. അതിവിടെ ന്യൂനപക്ഷ വോട്ടുകൾ കടകംപള്ളിയെ കൊണ്ട് പിടിപ്പിച്ചിട്ട് BJP ജയിപ്പിക്കാനുള്ള തന്ത്രമാണെന്ന് ഞാൻ പറഞ്ഞു. അത് തന്നെ സംഭവിച്ചു. മഹൽ കമ്മിറ്റി വിളിച്ചിട്ട് കടകംപള്ളിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞു. കടകംപള്ളി 3-ാം സ്ഥാനത്ത് 26,000 വോട്ട് താഴെ എത്തി അവരുടെ കണക്കിൽ നിന്നതാണ്. ന്യൂനപക്ഷ വോട്ടുകൾ മറിച്ച് കടകംപള്ളിക്ക് കൊടുത്തപ്പോൾ സ്വാഭാവികമായി എനിക്ക് കിട്ടേണ്ട എന്റെ മാർജിൻ താഴോട്ട് പോയി. ഞാനൊരു 6-7 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ട ആളെ മനസ്സിലായോ? ഇത് കാസർഗോഡ് MP ആയിരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താനില്ലേ, അദ്ദേഹത്തിൻ്റെ വലങ്കയൊക്കെ ആയിരുന്ന ആളാണ്. ശരത്ചന്ദ്ര പ്രസാദ് എന്നാണ് ആളുടെ പേര്. ഇത്തവണ കഴക്കൂട്ടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. 3-ാം സ്ഥാനത്തേക്കായിപ്പോയി. അവിടെ എല്ലാവർക്കും അറിയാം BJP-യും CPM-ഉം തമ്മിലായിരുന്നു നേരിട്ടുള്ള മത്സരമായിരുന്നു. അവിടെ ഇഞ്ചോടിഞ്ചു മത്സരത്തിനൊടുവിൽ ഏതാണ്ട് 300 താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് V മുരളീധരൻ ജയിച്ചത്. പക്ഷേ V മുരളീധരൻ ജയിക്കാൻ കാരണം യൂസഫ് അലിയാണ് എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. യൂസഫ് അലി അമിത്ഷായുടെയും മോദിയുടെയൊക്കെ ബിനാമിയാണ് എന്ന് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടി അയാൾ അതാ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. സാധാരണ രീതിയിൽ ഈ യൂസഫ് അലിയെ പറ്റി നേരത്തെ സംഖ്യകളും മറ്റും പറഞ്ഞുകൊണ്ടിരുന്നത് പിണറായി വിജയൻ്റെ ആളാണ് എന്നാണ് ആരോപിച്ചുകൊണ്ടിരുന്നത്. ആ സ്ഥാനത്ത് ഇയാൾ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് അമിത്ഷായുടെയും മോദിയുടെയും ബിനാമിയാണ് ഈ യൂസഫ് അലി എന്നും, യൂസഫ് അലിയാണ് ഈ 3 മണ്ഡലത്തിൽ, അതായത് നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ, ഈ ചാത്തന്നൂരിനൊക്കെ എന്ത് കാരണം കൊണ്ടാണ് ഇയാൾ പറയുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇവിടെയൊക്കെ BJP ജയിക്കാനുള്ള കാരണം യൂസഫ് അലി എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. ഇയാളെ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട്. പണ്ട് K മുരളീധരനും അതേപോലെ തന്നെ ഈ രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ചേരിയായിട്ട് നിന്ന് ചീത്തയും വിളിയും കയ്യങ്കളിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയമുണ്ടല്ലോ. അന്ന് K മുരളീധരൻ്റെ അണികൾ അടിയും കൊടുത്ത് മുണ്ടൊക്കെ ഉരിഞ്ഞു വിട്ടൊരു മഹാനുണ്ടല്ലോ. ആ വ്യക്തിയാണ് ഈ ശരത്ചന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ്. കോൺഗ്രസ് തരംഗം ആഞ്ഞടിച്ചതായിരുന്നു ഇത്തവണത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് കോൺഗ്രസിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, പിണറായി വിജയനോടും അതേപോലെ തന്നെ പാർട്ടിക്കാരോടും CPM-നോടും ആ മന്ത്രിസഭയോടൊക്കെയുള്ള വെറുപ്പ് കൊണ്ടാണ്. അവർക്കെതിരെ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും അവർ കൊണ്ട് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന പരുവത്തിലാക്കി വിട്ടത്. അങ്ങനെയാണ് ഈ 102 MLA-മാർ അവർക്ക് കിട്ടിയത്. അതിൽ കോൺഗ്രസ്സുകാർ ഒരിക്കലും ജയിക്കില്ല എന്ന് കരുതിയിരുന്ന തൃക്കരിപ്പൂർ പോലുള്ള മണ്ഡലത്തിൽ പോലും അവിടെ മത്സരിച്ചത് ഈ സന്ദീപ് വാര്യരാണ്. എന്നിട്ട് ആ സന്ദീപ് വാര്യർ പോലും വിചാരിച്ചില്ല താൻ അവിടെ ജയിക്കുന്നു. അദ്ദേഹം പോലും ജയിച്ചു വന്നു. ആ സ്ഥാനത്താണ് കഴക്കൂട്ടം പോലൊരു മണ്ഡലത്തിൽ മത്സരിച്ചിട്ട് ഈ തരംഗത്തിൽ പോലും ജയിക്കാതെ വന്നിരുന്നിട്ട് ഇപ്പോൾ പിച്ചും പേയും പറയുന്നത് ആര്? ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വലങ്കയായിരിക്കുന്ന ശരത്ചന്ദ്ര പ്രസാദ്. അയാൾ തോറ്റു, അത് മാന്യമായിട്ട് നമുക്ക് സമ്മതിക്കുക. പകരം ഇത് ഈ സീനിലേ ഇല്ലാത്ത യൂസഫ് അലിയെ പിടിച്ച് ഇടയ്ക്കിട്ടിരിക്കുകയാണ്. ഇനി നോക്കിക്കോളൂ, ഇയാളെ സുഡാപ്പികളൊക്കെ സ്കെച്ച് ചെയ്യുന്ന കാര്യം ഉറപ്പാണ്. ഇനി ഇയാളെ സംബന്ധിച്ചുള്ള ഏത് വാർത്ത വന്നാലും അതിന് താഴെ ഇയാൾക്ക് നല്ല കോളായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രമല്ല പറയുന്നതിന് എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ?
എന്തിനു വേണ്ടിയാണ് യൂസഫ് അലി ഈ മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ ബിനാമിയായിട്ടിരിക്കുന്നത് എന്ന് അയാൾ വിശദീകരിക്കേണ്ടതാണ്. അതൊന്നും പറയാതെ അയാൾ തോറ്റു, ആ പഴിയെല്ലാം കൂടെ കൊണ്ട് യൂസഫ് അലിക്ക് കൊടുത്തിരിക്കുകയാണ്. യൂസഫ് അലിയാണത്രേ ഈ ന്യൂനപക്ഷങ്ങളെ കൊണ്ട് വോട്ട് മാറ്റി ചെയ്യിച്ച് അയാളെ തോൽപ്പിച്ചതെന്ന്. അയാളുടെ ഒരു ലോജിക്ക് അനുസരിച്ച് അയാൾ പറയുന്നത് ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ BJP ജയിച്ചു പോകും, അതിനാൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വോട്ട് മാറ്റി ജയിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഇടതുപക്ഷത്തിനാണ് ന്യൂനപക്ഷങ്ങളെല്ലാം വോട്ട് ചെയ്തെങ്കിൽ സ്വാഭാവികമായിട്ടും അവരല്ലേ ജയിച്ചു പോകേണ്ടത്. പക്ഷേ അവരല്ലല്ലോ ജയിച്ചു വന്നത്. ഈ 3 മണ്ഡലത്തിൽ, അതിൽ ചാത്തന്നൂർ പോലുള്ള മണ്ഡലത്തിൽ, അല്ലെങ്കിൽ നേമം പോലുള്ള മണ്ഡലത്തിൽ, ഇനി കഴക്കൂട്ടം പോലുള്ള മണ്ഡലത്തിലാണെങ്കിലും ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായിരിക്കുന്ന ഒരു മണ്ഡലങ്ങളൊന്നും അല്ല അവിടെ ഭൂരിപക്ഷ വിഭാഗമായിട്ടുള്ള ഹൈന്ദവർക്ക് മേധാവിത്വമുള്ള മണ്ഡലം തന്നെയാണ്. അവിടെ ന്യൂനപക്ഷങ്ങൾ കുറച്ച് വോട്ട് മറിക്കാം എന്നല്ലാതെ ആരെങ്കിലും ജയിപ്പിക്കാനൊന്നും അവർക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോഴൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ അപ്പോഴാണ് ഇയാൾ ഈ ആരോപണം ഉന്നയിക്കുന്നത് യൂസഫ് അലിയാണത്രേ അയാൾ തോൽക്കാൻ കാരണമെന്ന്. അതിൽ ഒരു മനുഷ്യൻ പോലും വിശ്വസിക്കാത്ത തരത്തിൽ അമിത്ഷായുടെയും അതേപോലെ തന്നെ മോദിയുടെയും ബിനാമിയാണ് യൂസഫ് അലി എന്ന് വരെ അയാൾ പറഞ്ഞു വെക്കുന്നു. മുൻപ് യൂസഫ് അലിക്കെതിരെ ഏതെങ്കിലും യൂട്യൂബ് ചാനലുകളോ മറ്റുമൊക്കെ എന്തെങ്കിലുമൊക്കെ വാർത്ത കൊടുക്കുമ്പോൾ നിയമപരമായിട്ട് തന്നെ അയാൾ അതിനെ നേരിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തി അദ്ദേഹത്തെപ്പറ്റി ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കോൺഗ്രസ് നേതാവ് ഉന്നയിക്കുമ്പോൾ ഇതിനെന്ത് നടപടിയെടുക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.